നമസ്കാരം. ഇപ്പോൾ നമ്മളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനത്ത് സ്വയമേവ മാറിയാൽ അടുത്ത പ്രധാനമന്ത്രി ആരാകണം? അടുത്ത പ്രധാനമന്ത്രി യോഗിയാകണം. യോഗി ആദിത്യനാഥ് ഭാവി പ്രധാനമന്ത്രിയാകണം. അതങ്ങനെ ആഗ്രഹമുണ്ടോ? തിരിച്ചിങ്ങോട്ട് ചോദിക്കുക, എനിക്ക് ആഗ്രഹമുണ്ടോ? അതൊക്കെ വേറെ കാര്യം. പക്ഷെ ഇവിടെ ആ ആഗ്രഹം വെച്ച് നടക്കുന്ന ചില കൂട്ടം ആൾക്കാരുണ്ട്. തെറ്റായിട്ട് പറയല്ല. ക്രിമിനലുകളായിട്ടുള്ള മുസ്ലിങ്ങളെ ഭരണാധികാരി ശിക്ഷിച്ചിട്ടുണ്ട്. അത് ഹിന്ദുക്കളായാലും ആരാണെങ്കിലും ശിക്ഷിക്കും. മുസ്ലിങ്ങളിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഉള്ളിലെ ക്രൈം വേണ്ടത്ര മറച്ചു വെച്ചിട്ടുണ്ട് മദ്രസ പൊട്ടന്മാരുടെ ഉള്ളിൽ. അവരെ നന്നായിട്ട് ശിക്ഷിച്ചിട്ടുമുണ്ട്. വീട് പപ്പടം പോലെ നിരത്തി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതേ യോഗി ആദിത്യനാഥ് കോടീശ്വരന്മാരാക്കിയ മുസ്ലിം കർഷകർ ഒന്നടങ്കം ചേർന്ന് നിന്ന് പറയുകയാണ്, നരേന്ദ്രമോദിക്ക് ശേഷം ഭാരതം ഭരിക്കേണ്ടത്, ഹിന്ദുസ്ഥാനം ഭരിക്കേണ്ടത് യോഗി ആദിത്യനാഥ് ആയിരിക്കണമെന്ന്. ലക്നൌവിലെ ജവാർ എന്ന കർഷകരുടെ കുഗ്രാമത്തിൽ ആയിരക്കണക്കിന് ഏക്കർ ഭൂമി കർഷകരിൽ നിന്ന് വലിയ വില കൊടുത്ത് വാങ്ങിയിട്ട് യോഗി ആദിത്യനാഥ് അവിടെ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം പണിഞ്ഞു. ഒരാളെയും ഇറക്കി വിട്ടില്ല. എല്ലാവരുടെയും പൈസ അവർ വിചാരിച്ചേക്കാൾ കൂടുതൽ അവർക്ക് കോമ്പൻസേഷൻ നൽകിയിട്ട് അതിൻ്റെ ചുറ്റും സ്ഥലം നൽകിയിട്ട് അവിടെ ഒരു വലിയ സിറ്റി എയർപോർട്ട് വന്നിരിക്കുകയാണ്. ആ സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്, നിരവധി തവണ പോയിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ ഗൗതം ബുദ്ധ നഗർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വിമാനത്താവളം ഇന്ന് ലോകരറിയപ്പെടുന്നത് നോയിഡ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നാണ്. അത് ഡൽഹി എയർപോർട്ടുമായിട്ട് അപ്പുറത്തും ഇപ്പുറത്തുമാണ്. നോയിഡയിൽ നിന്ന് ഓടിയെത്താവുന്ന ദൂരേ ഉള്ളൂ എന്നല്ല എങ്കിലും അത്രയേ ഉള്ളൂ. മെട്രോ ഉണ്ട് അവിടെ. ഈ വിമാനത്താവളം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലാണ് ഉദ്ഘാടനം ചെയ്തത്. അതിൽ ആദ്യത്തെ വിമാനയാത്രക്കാരായിട്ട് യോഗി ആദിത്യനാഥ് ക്ഷണിച്ചു കൊണ്ടുവന്നത് ഇതേ ജവാറിൽ ഈ വിമാനത്താവളം പണിയാൻ നല്ല മനസ്സോടുകൂടി ഭൂമി വിട്ടു നൽകിയ 172 കർഷക കുടുംബങ്ങളെയാണ്. മഹാനാണ് യോഗി ആദിത്യനാഥ്. കാരണം അദ്ദേഹത്തിൻ്റെ മക്കൾ, അദ്ദേഹത്തിൻ്റെ കുടുംബം ആ ഉത്തർപ്രദേശിലുള്ള ആളുകളാണ്. അതിലവിടെ മുസ്ലിം ഹിന്ദു തരംതിരിവില്ല. പക്ഷേ തരംതിരിവുണ്ട്. ഉത്തർപ്രദേശ് ഒരു കാലഘട്ടത്തിൽ ഒരു ചെറിയ ഒരു റീൽ വെച്ചുകൊണ്ട് ആ കാര്യം പറയാം. വഴി കൂടെ നടന്നു പോകുമ്പോൾ 2 മലയാളികൾ ഒരു മലയാളി നാട് കാണാൻ പോയതാണ്. നടന്നു പോകുമ്പോൾ ആ പയ്യൻ അമ്മാവൻ ഒപ്പമുണ്ട്. പോകുമ്പോൾ കൈ എടുക്കുന്നു. അയ്യോ അമ്മാവാ, ഒരു കൈ എടുക്കണു. ചെക്കനാകെ വിറലി പിടിച്ചു. അപ്പോൾ പറഞ്ഞു, മോനെ അതൊന്നും കണ്ട് നീ ഭയപ്പെടണ്ട, കുറച്ചുകൂടി കഴിഞ്ഞാൽ തല കാണാമെന്ന്. അതായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഉത്തരേന്ത്യ, ഉത്തർപ്രദേശ്, ബീഹാറൊക്കെ. ഇന്ന് ഉത്തരേന്ത്യയെ വിസ്മയം തീർത്തുകൊണ്ടാണ് മേലോട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നത് യോഗി ആദിത്യനാഥ്. അതിൻ്റെ ഒപ്പം നിൽക്കുകയാണ് അവിടുത്തെ മുസ്ലിം സൊസൈറ്റിയും. ഈ 172 കർഷക കുടുംബങ്ങളിൽ 80% ആളുകളും മുസ്ലിങ്ങളാണ്, മുസ്ലിം കർഷക കുടുംബങ്ങളാണ്. അവർക്ക് ഇനിയും കൃഷി നടത്താം.
പക്ഷെ അവർ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ വില വർദ്ധിച്ചു, കൊടുത്ത സ്ഥലത്തിന് അവരുദ്ദേശിച്ചേക്കാൾ വില കിട്ടുകയും ചെയ്തു. ഇന്ന് അവരാണ് പറയുന്നത് മുഖ്യമന്ത്രിയല്ല പ്രധാനമന്ത്രിയാകണം യോഗി ആദിത്യനാഥ് എന്ന്. യോഗി ആദിത്യനാഥിനെ കാണാൻ ലക്നൌവിൽ നിന്ന് എത്തിയ 172 കർഷക കുടുംബങ്ങൾ ഇപ്പോൾ യോഗി ആദിത്യനാഥിനെ ആരാധിക്കുകയാണ്, മുസ്ലിങ്ങളടക്കം. അവർക്ക് അദ്ദേഹം ദൈവം പോലെയാണ്, ദൈവത്തെ പോലെ വാഴ്ത്തുകയാണ്. കാരണം ഈ കുടുംബങ്ങളെല്ലാവരും ഇന്ന് കോടിപതികളായി. അവരുടെ തീരെ വിലയില്ലാതിരുന്ന കൃഷിഭൂമിക്ക് പൊന്നും വിലയാണ് യോഗി ആദിത്യനാഥ് നൽകിയത്. മുസ്ലിങ്ങളല്ലേ ബുൾഡോസർ കൊണ്ടുവന്ന് വീടൊക്കെ നടത്തി പോടാ പുല്ലേ എന്ന് പറയുന്നത്. അതങ്ങനെയുള്ള ആൾക്കാർ, പക്കാ ക്രിമിനലുകൾ, അനധികൃതമായിട്ടുള്ള സ്ഥലത്ത് ഭൂമി വെച്ചവർ, അവരെയാണ് അങ്ങനെ ഓടിക്കുന്നത്. ഇതല്ല. നിയമം അനുസരിച്ച് ന്യായത്തോടെ ദൈവിക ചിന്തയോടെ പൊന്നും വില കൊടുത്ത് അവരുടെ മക്കളൊക്കെ ഇപ്പോൾ വലിയ വലിയ കോളേജുകളിലും സ്കൂളിലാണ് പഠിക്കുന്നത്. അതിനുള്ള ശേഷി അവർ കൈവന്നു. ഡോക്ടർ ഷിറ റാഷിദ്, SHIRA, ഷിറ റാഷിദ്, അദ്ദേഹമാണ് ഇവരുടെ വക്താവായിട്ട്, ഇവരുടെ പ്രതിനിധിയായിട്ട് ഉറക്കെ പ്രസ്താവിച്ചത്, ആദിത്യനാഥ് യോഗി ഞങ്ങൾക്ക് ദൈവമാണ്. ഇപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ മുഖ്യമന്ത്രിയാണ്, നാളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് വരണം. യോഗി അടുത്ത മാൻഡേറ്റ് പ്രധാനമന്ത്രി അതിനുള്ള സമയമായിട്ടില്ലെങ്കിൽ വീണ്ടും ഞങ്ങളുടെ മുഖ്യമന്ത്രിയായിട്ട് വരണമെന്ന് ഹാജി സഫർ, ഹാജി ആരാണ്? ഹാജി സഫർ. അതിൽ ഒരു മുസ്ലിം കർഷകൻ്റെ മകളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഡോക്ടറായിട്ട് മാറിയ ഷിറ റാഷിദ്, നീറ്റ് പരീക്ഷ എഴുതിയതാണ് ഷിറ റാഷിദ്. അങ്ങനെയാണ് ഡോക്ടറായത്. ഡോക്ടറായിട്ട് ആദ്യം ആ കുട്ടി പോയത് തങ്ങളുടെ പ്രത്യക്ഷ ദൈവതത്തെ കാണാൻ, യോഗിയെ കാണാൻ. യോഗിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഈ കുട്ടി പറഞ്ഞതെന്താണെന്നറിയാമോ? നരേന്ദ്രമോദി അവർകൾ എന്നാണോ പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് മാറുന്നത് അന്ന് ഞങ്ങളുടെ യോഗി ആദിത്യനാഥ് ഇവിടെ പ്രധാനമന്ത്രിയാകണമെന്ന്. മറ്റൊരാൾ മുസ്ലിം കർഷകനായിട്ടുള്ള ഹാജി സഫറാണ്. 2027 ഉത്തർപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പിലും യോഗി തന്നെ മുഖ്യമന്ത്രിയായിട്ട് ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. ഒന്നുകൂടി പറഞ്ഞു ഹാജി സഫർ. വെറും വള്ളിച്ചെരുപ്പിട്ട് കീറിയ വസ്ത്രങ്ങളുമായിട്ടാണ് ഞാനന്ന് വിമാനത്തിലിരുന്നത്. വള്ളിച്ചെരുപ്പിട്ടവർക്കും പഴയ വസ്ത്രം ധരിച്ചവർക്കും വിമാനത്തിൽ സഞ്ചരിക്കാം, അത് യോഗി തെളിയിച്ചു. ഹാജി സഫറിൻ്റെയും ഡോക്ടർ ഷിറ റാഷിദിൻ്റെയൊക്കെ വീഡിയോകൾ അവിടെ വൈറലാണ്. ഈ ജവാർ കർഷക ഗ്രാമത്തിലെ 172 കർഷക കുടുംബങ്ങളിൽ നല്ലൊരു പങ്ക് മുസ്ലിം കർഷകരാണ്. ഇവരിന്ന് അതീവ സന്തുഷ്ടരാണ്. കാരണം വിമാനത്താവളത്തിന് ഈ ഭൂമി ഏറ്റെടുക്കുമ്പോൾ അന്ന് ഇവരെല്ലാം ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്നവരാണ്, കൂലിപ്പണിക്കാരായിരുന്നു. പക്ഷെ ഇന്ന് ആ പഴയ ദാരിദ്ര്യം അവർക്ക് ഓർത്തെടുക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അവർ സന്തുഷ്ടരാണ്. തുടക്കത്തിൽ പലരും ഭൂമി വിട്ടുകൊടുക്കാൻ ഭയപ്പെട്ടിരുന്നു. ഏതായാലും ഈ ചടങ്ങിൽ ജവാറിൽ പണിയുന്ന വിമാനത്താവള പദ്ധതിയുടെ ആദ്യ ദിനങ്ങളെ യോഗി ആദിത്യനാഥ് ഓർമ്മിച്ചു. ജവാറിൽ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം നിർമ്മിക്കുന്നതിനുള്ള
നിർദ്ദേശം സംസ്ഥാന മന്ത്രിസഭ അംഗീകരിച്ചു. അതിനുശേഷം ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ അത് ആരംഭിക്കാൻ ഉദ്യോഗസ്ഥന്മാർക്ക് സമയം നൽകി. 3 മാസം 100 ദിവസത്തെ സമയം യോഗി നൽകി. 100 ദിവസത്തിന് ശേഷവും ഭൂമി ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ഒരു പുരോഗതിയും കണ്ടില്ല. എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു. കർഷകർ അവരുടെ ഭൂമി വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്ന് പറഞ്ഞു. ഇതിനുശേഷം വിമാനത്താവള നിർദ്ദേശത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഗ്രേറ്റർ നോയിഡയിലെ ഗൗതം ബുദ്ധ സർവകലാശാലയിൽ വെച്ച് ജവാർ പ്രദേശത്തു നിന്നുള്ള 100 കർഷകരുമായിട്ട് യോഗി ആദിത്യനാഥ് നേരിട്ട് കൂടിക്കാഴ്ച നടത്തി. ഒരു വിമാനത്താവളം നിർമ്മിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് അവരോട് പറഞ്ഞപ്പോൾ, ഞങ്ങളുടെ ഭൂമി ഞങ്ങൾ എങ്ങനെ വിട്ടുതരും, ഞങ്ങൾക്ക് ഭയമാകുന്നു എന്നാണ് അവർ പറഞ്ഞത്. ഈ വിമാനത്താവളം പ്രദേശത്തിൻ്റെ രൂപം തന്നെ മാറ്റും. അത് യോഗി അവർക്ക് വളരെ ഭംഗിയായിട്ട് വിശദീകരിച്ചു കൊടുത്തു. അദ്ദേഹത്തിൻ്റെ മഹത്തായിട്ടുള്ള ജോലിയുടെ ഇടയിൽ നിന്ന് അദ്ദേഹം 4 മണിക്കൂറാണ് അതിനു വേണ്ടി വിനിയോഗിച്ചത്. ഏതായാലും അതിനിടയിൽ എല്ലാവരും ഭൂമി വിട്ടു നൽകാൻ സമ്മതിച്ചു. അത് യോഗിയെ ഭയന്നിട്ടല്ല, പകരം യോഗി മുന്നോട്ട് വെച്ച ഭൂമിയുടെ വില എല്ലാവർക്കും സ്വീകാര്യമായിരുന്നു. അവർക്ക് സ്വപ്നം പോലും കഴിയാത്ത വില. ഒരു ചതുരശ്ര മീറ്ററിന് 4300 രൂപ വെച്ചാണ് നൽകിയത്. ഇതോടെ അവിടെയുള്ള എല്ലാവരും കോടീശ്വരന്മാരായിട്ട് മാറി. അവരെല്ലാം മണിമാളികകൾ പണിതു, വിമാനത്താവളങ്ങൾ പണിതു, മണിമാളികകൾ പണിതു. അവരുടെ ജീവിതശൈലി ആകെ മാറി. കുട്ടികളെല്ലാം നല്ല ഡ്രസ്സ് ധരിച്ച് നല്ല കോളേജുകളിലും സ്കൂളിലും പഠിക്കാൻ പോയി തുടങ്ങി. ഇപ്പോൾ ആ ജവാർ മേഖലയിൽ വന്ന വിമാനത്താവളത്തെയും അങ്ങനെ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം കൊണ്ടുവന്ന യോഗി ആദിത്യനാഥിനെയും ഈ മുസ്ലിം കുടുംബങ്ങൾ പൂവിട്ട് പൂജിക്കുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാനുള്ള സമയമായില്ലെങ്കിൽ ഞങ്ങളുടെ മുഖ്യമന്ത്രിയായിട്ട് ഇനിയും അദ്ദേഹം വരണം, പിന്നെയും അദ്ദേഹം വരണം, പിന്നെയും അദ്ദേഹം വരണം എന്ന് ആഗ്രഹിക്കുകയാണ് അവർ. ഏതായാലും യോഗി ആദിത്യനാഥിനെ കുറിച്ച് ഇവിടെയുള്ള ഇസ്ലാമിസ്റ്റുകൾ അവർക്കൊന്നേ പറയാനുള്ളൂ: രാജ്യദ്രോഹി. ഈ ഇന്ത്യയെ വെട്ടിമുറിക്കാൻ നടക്കുന്നവൻ, ഇസ്ലാം വിരോധി. അതിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ക്രിമിനലുകളായിട്ടുള്ള മുസ്ലിങ്ങളെ മാത്രമാണ് അദ്ദേഹം ശിക്ഷിച്ചത്. 10 പേരെ ശിക്ഷിച്ചപ്പോൾ ബാക്കിയുള്ള 100 പേര് നന്നായി കേട്ടോ. ഏതായാലും യോഗി ആദിത്യനാഥിനെ ഇന്ന് നമ്മൾ കേരളീയർ എങ്ങനെ അറിയുന്നുവോ അതുപോലെയല്ല ഉത്തരേന്ത്യക്കാരറിയുന്നത്. അവിടെ ഒന്ന് ഒരു കലക്കി മറിച്ചു. അടിയിലുള്ള ചേറും ചളിയും എല്ലായിടത്തും പുറത്ത് കളഞ്ഞു. ഇപ്പോൾ ഉത്തർപ്രദേശ് സൗമ്യമാണ്, ശുദ്ധമാണ്, സുഭദ്രമാണ്. കാരണം യോഗി ആദിത്യനാഥ് എന്ന മഹാൻ.